ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആംഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു 2 ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംബാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 കപ്പ് മൈദ, ഒരു 1/4 കപ്പ് അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം വേണ്ടത്. അപ്പോൾ ആദ്യമേ നമുക്ക് ബാറ്റർ തയ്യാറാക്കി അങ്ങ് വയ്ക്കാം. മൈദ ഇട്ട് കൊടുക്കുക, അരിപ്പൊടി, പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഒരു കളറിന് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു നുള്ള് ബേക്കിംഗ് സോഡ ആയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു നുള്ള്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ പഴംപൊരിക്ക് എടുക്കുന്ന ആ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതിൽ നമുക്കിത് മാവ് റെഡിയാക്കി എടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഏത്തപ്പഴം കട്ട് ചെയ്തെടുക്കാം. ഇത് 2 ആക്കാം. ഇത് ഒരു 4 കഷ്ണമാക്കാം. ഇതുപോലെ 4 കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും അതുപോലെ എടുക്കാം. അടുത്ത കായും അതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കായെല്ലാം ഞാനിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ കോട്ട് ചെയ്തെടുക്കണം. ഓരോ പീസും ഇതിൽ മുക്കിയെടുക്കുക. മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംബിലേക്ക് ഇടുക കേട്ടോ. ബ്രെഡ് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാം നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഏത്തപ്പഴം എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യമേ ബാറ്ററിൽ പിന്നെ ബ്രെഡിൽ മുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്ത് പോരാം. പഴംപൊരി തയ്യാറാക്കാനുള്ള പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പേരിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ചെറിയ പാത്രമാണ്. 2 പേര് ചൂടാക്കി വറുത്തെടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഉടനെ നമ്മൾ ഇളക്കാൻ നിൽക്കരുത്. ഒന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറായി കിട്ടും കേട്ടോ. ആ എണ്ണ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താണ് ചെയ്യുന്നത്. ഒരുപാട് എണ്ണ ഒഴിക്കുന്നില്ല, വേസ്റ്റാക്കി കളയണ്ടല്ലോ, അതുകൊണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അടുത്തിട്ടു ബാക്കിയുള്ള കൂടി ഇതുപോലെ വറുത്തെടുക്കുക. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പഴംപൊരിയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റെഡി ആയിട്ട് നമുക്ക് കോരി മാറ്റാൻ കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ് കേട്ടോ. സൗണ്ട് കേട്ടോ.
ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്. അധികം എണ്ണയും വേണ്ടി വന്നില്ല കേട്ടോ. ഇങ്ങനെ ഒഴിച്ചപ്പോഴേ ഞാൻ ആദ്യം ഒഴിച്ച എണ്ണ തന്നെയാണ്, പിന്നെ എണ്ണ ഒഴിച്ചിട്ടേ ഇല്ല. രണ്ടെണ്ണ ഇട്ട് ലാസ്റ്റ് നമുക്ക് 3 എണ്ണം ഉണ്ടായിരുന്നു, അതിട്ട് വറുത്തെടുക്കുക. ഇവിടെ സ്റ്റവ് ഓഫ് ചെയ്യാണ്, കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള മുരുമുരാന്നിരിക്കുന്ന സൗണ്ട് കണ്ടല്ലോ. മുരുമുരാന്നിരിക്കുന്ന ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.